ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ലാൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതായത് വലിയൊരു ലാൻഡിൽ ഒരു ചെറിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാണ്. അതും എയർപോർട്ടിന് വളരെ അടുത്ത്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 11 സെന്റോളം ലാൻഡിലാണ് 1500 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടുള്ള ഈ കാണുന്ന വീട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ആക്ച്വലി വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ആ എൻട്രൻസിൽ തന്നെ ഒരു കാറ് കിടക്കുന്നത് കാണാം. അത് ടാർ റോഡാണ്. ആ കാർ നമുക്ക് അതേപോലെ തന്നെ നേരെ ഡ്രൈവ് ചെയ്ത് അകത്ത് കയറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ എണ്ണം പറയുന്നില്ല, 6 കാറുകൾക്ക്, ഒരു 5 or 6 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് ആ കാണുന്ന വഴി സ്ട്രെയിറ്റ് തൊട്ട് നമുക്ക്. അതുകൂടാതെ വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്പേസ്, ഇതെല്ലാം തന്നെ നമുക്ക് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 11 സെന്റ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾ ഇതിന്റെ എലിവേഷൻ കാണുമ്പോഴേക്ക് ഞാൻ ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് പറയാം. ഇവിടെ നിന്ന് നമുക്ക് അത്താണി ജംഗ്ഷനിലേക്ക് വെറും 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അങ്കമാലി ഭാഗത്തേക്ക് 7 കിലോമീറ്ററും ആലുവയിലേക്കും സെയിം തന്നെയാണ്, 7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. പാർക്കിങ്ങിനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. വീടിന്റെ എലവേഷൻ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് ടൈലുകൾ വരുന്നുണ്ട്, ഭംഗിയുള്ള പെയിന്റുകൾ വരുന്നുണ്ട്, ഗ്ലാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലുള്ള മുറ്റം പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ റെഡ് സോയിൽ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചെടികളൊക്കെ വളരെ വേഗം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുവാനായിട്ട് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇത് റെഡ് സോയിൽ ആയിട്ടുള്ള മണ്ണെന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. മുറ്റം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ടൈലിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് വലിയൊരു കിണർ തന്നെ നമുക്ക് ആഴത്തിൽ കിട്ടുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റിനൊക്കെ വളരെ ഈസിയാണ്. ഇത്രയധികം ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് എന്ത് രീതിയിലുള്ള മാർഗങ്ങൾ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണമെങ്കിലും നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാലും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്ക് ആ റെഡ് സാൻഡ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഏരിയ സ്പേഷ്യസ് തന്നെയാണ്. വീടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡെപ്തിലാണ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് സ്റ്റെപ്പിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെടികൾ വെക്കാൻ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് കൂടി ഇവിടെ ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ട് ഇങ്ങനെയാണ് വരുന്നത്. വൈറ്റ് കളർ ടൈലും ബ്ലാക്ക് ഗ്രാനൈറ്റും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള സിറ്റ് ഔട്ട് ആണ്. 3 or 4 ചെയറുകൾ വരെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പവർ പോയിരിക്കുന്നതുകൊണ്ടാണ് ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. നമുക്ക് സ്റ്റീലിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ ഡോർ ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് വലുപ്പമുള്ള നല്ലൊരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന 2 ഭാഗത്ത് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ മെയിൻ ഡോറിന് അടുത്തായിട്ട് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ബാക്കിയുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒക്കെ നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ്. അനാവശ്യമായ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വർക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യിക്കാവുന്നതുമാണ്. ടി വി വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് വരുന്നുണ്ട്. വൈറ്റ് കളർ ബോർഡും താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു സ്പേസ് ഡൈനിങ്ങിനായിട്ടും കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഗ്രേ കളറുള്ള ടൈലാണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവിടെയായിട്ടാണ് നമുക്ക് വാഷ് ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയയുടെ താഴെ നോക്കുവാണെങ്കിലും അവിടെയും നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഡോർ ഒക്കെ കൊടുത്ത് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്താണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമായിട്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ ഷെയ്ഡിലാണ്, കളർ കോമ്പിനേഷൻസിലാണ് കിച്ചന്റെ ആ ഒരു ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമ്മുടെ ഓരോ ബെഡ്റൂമുകൾ വരുന്നത്. ടോട്ടൽ 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം ഒക്കെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ കബോർഡ് വാർഡ്രോബുകൾ കാണാം. മിഡിലായിട്ട് നമുക്ക് ഒരു മിറർ കിട്ടുന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ബാക്കിയുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളുടെയും റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ നമുക്ക് സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് കാർട്ടൺസ് ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, സാധാരണ 3 ബെഡ്റൂമുകളുള്ള വീടുകളിൽ എപ്പോഴും താഴെ ഒരു ബെഡ്റൂം ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു വീട്ടിൽ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു കളറിലാണ്, നല്ല വൈറ്റ് ഷെയ്ഡിലാണ്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയ ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ലാൻഡിങ്ങിന് വരും നമുക്ക് ഇവിടെ ഇതുപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. കുഷൻ ഇടണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. സ്ലൈഡിംഗ് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്കിവിടെ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നമുക്കിവിടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മിറർ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ കവർ ചെയ്യുന്ന ഒരു വലിയ മിറർ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വലിയ ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് വരുന്നത്. വിൻഡോസിന്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലാണെങ്കിൽ നമുക്ക് ആ ഒരു ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. റൂഫ് എല്ലാം തന്നെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെയും ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു സ്പേസ് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ്. ഇതും സ്റ്റീൽ ഡോർ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റിക്ക് ആയിട്ടുള്ള സ്പേസ് നമുക്ക് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ഈ ഒരു പോർഷനിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. നമ്മുടെ പൈപ്പ് കണക്ഷനും അതുപോലെ വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റിക്ക് ആയിട്ടുള്ള ഈ ഒരു കവയുടെ ഏരിയ കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ടെറസ് ആയിട്ട് ഇവിടെ കുറച്ച് സ്പേസ് നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഓപ്പൺ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നിങ്ങൾക്കറിയാം, എയർപോർട്ടിൽ നിന്ന് വെറും 4 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 11 സെന്റ് ലാൻഡിലാണ്, എക്സാക്ട് 11 അല്ല, 11നും കുറച്ചുകൂടെ കൂടുതൽ ലാൻഡ് വരുന്നുണ്ട്. 11 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1500 ആണ് വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. നിങ്ങൾക്ക് എത്ര കാറുകൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ടെന്നതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും എൻക്വയറി ചെയ്യുമ്പോൾ 3 ബെഡ്റൂമുള്ള വീടുകൾ സാധാരണ നമുക്ക് താഴെ ഒരു ബെഡ്റൂമേ കിട്ടാറുള്ളൂ. ഇത് താഴെ 2 ബെഡ്റൂമുകൾ, മുകളിൽ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. 11 സെന്റ് ലാൻഡിൽ 11 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ കിണർ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് വളരെ ചെറുതായിട്ട് മാത്രമാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ളത്. വീട് ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇത്രയും അടുത്ത് ഇത്രയും ലാൻഡ് ഉള്ള വീട് ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.